ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ പോരാളികളുടെ നേതാവായ രോഹിത് ശർമ്മ തകർത്തടിച്ചുകൊണ്ട് മുംബൈയുടെ ആദ്യ മത്സരത്തിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ തന്നെ വളരെ വലിയ സ്കോറിൽ വിജയം നേടിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 202 എന്ന വലിയ സ്കോറിനെ നിഷ്പ്രയാസം മുംബൈ ഇന്ത്യൻസ് അടിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഇതിൽ പ്രധാനമായി അഴിഞ്ഞാടിയത് നമ്മുടെ പ്രിയ താരം രോഹിത് ശർമ്മയാണ്. 6 സിക്സും 6 ഫോറുമാണ് ഇദ്ദേഹം നേടിയത്. ഫിറ്റ്നസ് പോരാ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്നവർക്ക് ഒരു ചുട്ട മറുപടി തന്നെയാണ് രോഹിത് ശർമ്മ നൽകിയത്. ഓരോ സിക്സും ആരാധകരെ ആവേശത്തിൻ്റെ മുൾമുനയിലാണ് ഇദ്ദേഹം എത്തിച്ചത്. 6 സിക്സും 6 ഫോറും 38 പന്തുകളിൽ നിന്നായി 78 റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത്. 40 വയസ്സിനോടടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മത്സരം കണ്ടാൽ 25 വയസ്സുകാരൻ കളിക്കുന്നതിനേക്കാൾ രോഹിത് ശർമ്മയുടെ ഓരോ ഷോട്ടുകൾക്കും വേണ്ടി വലിയ ജനസമൂഹമാണ് സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയിരുന്നത്. മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ മത്സരം തന്നെ ജയിക്കുന്നതിൽ ഇത് അപൂർവമാണ് കൊണ്ടാണ് തുടരുന്നത്. എന്നാൽ ഇന്ന് വൻപിച്ച വിജയത്തോടെയാണ് ദൈവത്തിൻ്റെ പോരാളികൾ കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മിക്കവാറും IPL മാച്ചുകളിലെല്ലാം തന്നെ എല്ലാ സീസണിലും പ്ലേ ഓഫ് കാണാതെ മുംബൈ ഇന്ത്യൻസ് മടങ്ങില്ല എന്നുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. രോഹിത് ശർമ്മ ഫാൻസാണ് കൂടുതലായും മുംബൈ ഇന്ത്യൻസിൽ ഉള്ളത്. സച്ചിൻ ടെണ്ടുൽക്കറിനെ പിന്തുടർന്ന് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വലിയ ആരാധന പിന്തുണയാണ് ഓരോ സീസണിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. ശർമ്മയുടെ 6ാമത്തെ സിക്സ് അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഇതൊരു ക്രിക്കറ്റ് ആരാധകനെയും സന്തോഷിപ്പിക്കുന്ന ഒരു അത്യുജ്വല ഷോട്ടായിരുന്നു രോഹിത് ശർമ്മയുടെ 6ാമത്തെ സിക്സ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത്തവണത്തെ IPL സീസണിൽ മുംബൈ ഇന്ത്യൻസ് കപ്പു തൂക്കുമോ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അടിച്ച് റൊട്ടിയാക്കിയാണ് മുംബൈ ഇന്ത്യൻസ് ഇന്ന് കളി ജയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട IPL ക്രിക്കറ്റ് ടീം? പുത്തൻ പുതു ക്രിക്കറ്റ് വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.